السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. عجبت لمن يبكي على موت غيره دموعا ولا يبكي على موته دما. وأعجب من ذا أن يرى عيب غيره عظيما وفي عينه أن عيبه عما. വേദിയിലിരിക്കുന്ന മാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത് ചോദ്യോത്തരങ്ങൾക്കാണ്. ഒരാദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഇപ്പോ വർത്തമാന കാലഘട്ടത്തിൽ ഇവിടെ ചർച്ച വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാനമെന്ന, മുജാഹിദ് പ്രസ്ഥാനമെന്ന ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാപരമായി പ്രവർത്തനം ഈ കേരളക്കരയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം, പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്യേണ്ടവർക്ക് ധൈര്യപൂർവ്വം, സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമ്മളെ ചോദ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എതിർക്കുന്ന, വിമർശിക്കുന്ന ആശയങ്ങളിൽ അതിലാണ് ശരിയെങ്കിൽ അവർക്കത് ഇവിടെ വെളിപ്പെടുത്താവുന്നതാണ്. നിസ്കാരത്തിന് ടൈമാണ്, നിസ്കരിക്കാത്തവർക്ക്, ജമ്മു കസൂറാക്കാത്തവർക്ക് ഇപ്പൊ വേഗം പോയി നിസ്കരിച്ചു വരാവുന്നതാണ്. അപ്പോ ഞാൻ ചില വിഷയങ്ങളാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ ഇടക്ക് അത് പോവുകയാണെങ്കിൽ പരമാവധി മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിനെ പോവും. അതിന് ശേഷം മഗ്‌രിബ് മുതൽ വെറും ചോദ്യോത്തരമാണ്. ഇതിന്റെ ഇടക്ക് തന്നെ ആർക്കെങ്കിലും വേഗം പോവേണ്ട ആൾക്കാർക്ക് വല്ല ചോദ്യവും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിന്റെ ഇടക്ക് തന്നെ ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ തൽക്കാലം സംസാരം നിർത്തും. കുറെ കൂടി ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചാ മനോഭാവത്തോടെയാണ്. എനിക്ക് മഗ്‌രിബിന്റെ ശേഷം പോകാണ്ട്, എനിക്ക് മഗ്‌രിബിന്റെ മുമ്പ് തന്നെ ചോദ്യം ചോദിക്കണം എന്നാർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഇപ്പൊ അവിടെ കുറെ വിഷയം ബഹുമാന്യ ഷഫീഖ് അസ്ലം മൗലവി ഇങ്ങോട്ട് സംസാരിക്കുകയുണ്ടായി. ഏറ്റവും പുതിയ, ഏറ്റവും ഫ്രഷായ വർത്താനം അവിടെ നിന്ന് തന്നെ നമുക്ക് വിഷയം തുടങ്ങാം. ഏറ്റവും ഫ്രഷായ വർത്താനം എന്താ? ഇതിനടുത്ത് ഇപ്പൊ അവിടെ അടുത്ത ദിവസം ഒരു മൗലവി എന്ന് പറയാൻ പറ്റുമോ, അയാൾ ആ പേര് അയാൾ സ്വീകരിക്കാറില്ല, കോഴിക്കോട് ജില്ലക്കാരനായ ഒരാള് കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? അയാൾ സ്വയം അള്ളാഹുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പലപ്പോഴും ചെമയാറുണ്ട്. അയാൾ അള്ളാഹിന്റെ അടുത്തുള്ള കാര്യമൊക്കെ വളരെ കണിശമായി, കൃത്യമായി മൂപ്പര് പറയും. അങ്ങനെ പ്രത്യേകതയുള്ള മൗലവിയാണ്. ആളെ പേര് പറഞ്ഞാൽ ഞാൻ അവ്യക്തമായിട്ട് തിരിയാത്തവന് നട്ടം തിരിയേണ്ടതില്ല. അയാളുടെ പേര് ശേരിക്കാരൻ മുജാഹിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താ ഇയാള്, അതായത് ഞാൻ അയാളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പറ്റി അമയുണ്ട് പറയാൻ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ അയാൾ പറഞ്ഞു പോണം,
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഹജ്ജിന് വരുന്ന ആൾക്കാരിൽ 5 ലക്ഷത്തിന് ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇരുപതിൻ്റെതോ ഔട്ടാണ്. ആരാ വിവരം കൊടുത്തത്? പടച്ചോൻ ഏതായാലും വിവരം കൊടുത്തില്ല, കാരണം അദ്ദേഹം റസൂലല്ല. പിന്നെ ആരാ? മൂപ്പന്റാന്ന് തോന്നുക, അത് വിളിച്ചു പറയാ. അങ്ങനെ കുറെ കാര്യങ്ങൾ അയാൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ പെട്ട ഒരു കാര്യമാണല്ലോ ഏത്? വെളിപാട് കിട്ടിയ കാര്യമാണ് നമ്മള് ഈ മടവൂർ വിഭാഗ മുജാഹിദുകൾ എന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന ബഹുമാനായ ഡോക്ടർ ഹുസൈൻ മടവൂരും CP ഉമർ സുല്ലമിയും അതുപോലത്തെ ഒരുപാട് പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഈ സംഘടനയെ സംബന്ധിച്ച് അയാൾ പറഞ്ഞു, മൂപ്പർക്കൊരു വെളിപാട് കിട്ടിയതാ. ഈ വിഭാഗത്തിന് 1 ഉറുപ്പ്യ കൊടുത്താല്, 1 റിയാല് കൊടുത്ത് സഹായിച്ചാല്, ഒരു നല്ല വർത്താനം പറഞ്ഞ അള്ളാഹ് അവന് പുറത്തു കൊടുക്കൂല, അള്ളാഹ് വെറുതെ വിടൂല. ആരാ അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തത്? അള്ളാഹ് ആകൂല, ഉറപ്പാണല്ലോ, അദ്ദേഹം റസൂലല്ല. പിന്നാരാ? സ്വയം പറയുക തന്നെ, സ്വയം പറയാ. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടൊരു വിഷയമാണ്, പക്ഷെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അദ്ദേഹം വൈകാരികപരമായിട്ട് ആ വിഷയം പറഞ്ഞത് വെറുതെ പറയല്ല എന്നുള്ള തെളിവായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കും. അദ്ദേഹം പറഞ്ഞത് സപ്പോർട്ട് ചെയ്താൽ പഠിച്ചോങ്ങളെ വിടൂല. വടവൂർ ഗ്രൂപ്പിന്റെ ആളുകൾ ഒരു വാചകം കൊണ്ട് പോലും പ്രശംസിച്ചാൽ അല്ലാഹുങ്ങളെ വിടൂല. 1 ഉറുപ്പ്യക്ക് റിയാലി സംഭാവനയായിട്ട് കൊടുത്താൽ ആ സംഭാവന പഠിച്ചാൻ കൊടുക്കില്ല. അത്ര വലിയ പിന്നേലേക്കാണ് ഇവർ കൊണ്ടുവന്നത്. കേട്ടങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞത്? എന്റെ മുജാഹിദുകളെ, നിങ്ങളെ സംബന്ധിച്ചൊരു വാക്ക് കൊണ്ട് അയാള് യാസ്മീന് തിരക്കില്ലട്ടോ, നല്ല കാളാ. ഒരു വാക്ക് പറഞ്ഞ അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല, അള്ളാഹ് പുറത്തു തരൂല. ഇനി ഒരാൾക്ക് തോന്നി ആ കുട്ടികൾ കുറെ ഓടി പാഞ്ഞൊരു പരിപാടി വെച്ചതല്ലേ, അതിക്ക് എന്റെ വകയായിട്ട് 1 ഉറുപ്പ്യ കൊടുക്കുക, പടച്ചോങ്ങൾക്ക് പുറത്തു തരില്ല, നിങ്ങൾ അള്ളാഹ് വെറുതെ വിടൂല. ഇങ്ങനെ ഒരു ദീൻ ഇസ്ലാം ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്താ അല്ലാഹു തആല പറഞ്ഞത്? മുജാഹിദുകൾക്ക് ഞാൻ ആയത്തോതി തരേണ്ടതല്ലോ, വർഷങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമല്ലേ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പൊറുക്കാത്ത ഒരേ ഒരു പാപം, പടച്ചവൻ വെറുതെ വിടാത്ത ഒരേ ഒരു പാപം, അത് അള്ളാഹുവിൽ പങ്കേർക്കല. അതുകൊണ്ടാണ് നമ്മൾ ശിർക്ക് ഇത്ര കണിശവും ഗൗരവമായിട്ട് പറയുന്നത്. അള്ളാഹ് പൊറുക്കാത്ത ഒരേ ഒരു പാപം, അത് അള്ളാഹുവിൽ പങ്കേർക്കല. ശിർക്കിന്റെ താഴെയുള്ള ഏതു പാപവും അള്ളാഹു തീരുമാനിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. ബാലുശ്ശേരിക്കാരൻ പറഞ്ഞു, മുജാഹിദുകൾക്ക് 1 റിയാൽ